ചിങ്ങം രാശി അല്ലെങ്കിൽ ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയും 2ാം ഭാവത്തിലെ കേതുവും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന രാഹുവും വളരെ ദോഷകരമായ ഒരവസ്ഥയാണ്. അപഹാരവും ദശയും ഛിദ്രവുമൊക്കെ നല്ലതാണെങ്കിൽ മാത്രമാണ് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുക. പിന്നെ 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും ഇവർക്ക് അനുകൂലമാണ്. 9ലെ വ്യാഴം ബന്ധുസ്ഥാനത്ത് ബലത്തോടുകൂടി നിൽക്കുന്നതിനാൽ ഈശ്വരാധീനമുണ്ടെന്ന് പറയാം. സർവ്വദോഷങ്ങളും ചുറ്റിൽ നിൽക്കുമ്പോഴും ഈശ്വരൻ്റെ അനുഗ്രഹം ആ വ്യക്തിയിലുണ്ടെങ്കിൽ തീർച്ചയായും ആ ദോഷങ്ങളൊന്നും തന്നെ അവരെ ബാധിക്കാനിടയില്ല എന്ന മട്ടിലൊരു ആശ്വാസം മാത്രമാണ് ചിങ്ങക്കൂറുകാർക്ക് ഈ ഒരാഴ്ച ആശ്വസിക്കാൻ സാധിക്കുന്നൊരവസ്ഥയുണ്ടാക്കുന്നത്. മറിച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിലെ ശനി, അതുപോലെ 6ൽ സഞ്ചരിക്കുന്ന സൂര്യൻ, ഇതെല്ലാം തന്നെ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ലോവർ അബ്ഡമിൻ ഭാഗങ്ങളിൽ, അതായത് ഉദരത്തിൻ്റെ കീഴ്ഭാഗങ്ങളിൽ, ജെനിറ്റൽ ഓർഗൻസിൽ ഒക്കെ പ്രശ്നങ്ങളുണ്ടാകാം. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനോ മറ്റു പ്രശ്നങ്ങളോ വരാം. ധാരാളമായിട്ട് വെള്ളം കുടിക്കണം. മാനസികമായ പിരിമുറുക്കം കാരണം ചിലപ്പോൾ രോഗങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയും, സ്വതവേ ഉള്ള രോഗങ്ങൾ തന്നെ വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നു. കുടുംബത്തിൽ അസ്വാരസ്യങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളതുകൊണ്ട് മാറി നിൽക്കാനുള്ള സാധ്യതയും കാണുന്നു. കുടുംബം മാത്രമല്ല, ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ തന്നെ അങ്ങേയറ്റം മിതത്വം പാലിക്കുന്നതായിരിക്കും ഈ ഒരാഴ്ച ഇവർക്ക് നല്ലത്. സാമ്പത്തികമായിട്ട് അത്ര ദോഷം പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കാഴ്ചയില്ല. ആഴ്ചയുടെ തുടക്കത്തിൽ ഇവർക്ക് ബന്ധുമിത്രാദികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ പണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായമൊക്കെ കിട്ടും. പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങളിൽ ശാരീരികമായ അവശതയോ തടസ്സമോ കാണുന്നുണ്ട്. എന്നാൽ ബുധനാഴ്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമാകും. പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യുക. കാരണം കണ്ടകശനിയും അഷ്ടമത്തിലെ രാഹുവും ഒട്ടും നല്ലതല്ല. വിഷമയമായ അവസ്ഥകൾ ശരീരത്തിന് ഏൽക്കാം, അപവാദങ്ങൾക്ക് വിധേയനുമാവാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14, 15, 20 ആണ് താരതമ്യേന മേന്മയുള്ള ദിവസങ്ങൾ.